രാജ്യം ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ രാവിലെ 7:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തും. ഗാന്ധി സ്മൃതിയിലും ദേശീയ യുദ്ധ സ്മാരകത്തിലും പുഷ്പചക്രം അർപ്പിച്ച ശേഷമാകും പ്രധാനമന്ത്രി ചെങ്കോട്ടയിലേക്ക് എത്തുക. തുടർന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, രാജ്യത്തുടനീളം വിപുലമായ ആഘോഷ പരിപാടികളുണ്ട്. എങ്കിലും രാജ്യതലസ്ഥാനത്തെ ഡൽഹിയിലെ പരിപാടികളാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. എങ്ങനെയൊക്കെയാണ് പരിപാടികൾ, അതിൻ്റെ ക്രമീകരണം? പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നു അല്പസമയത്തിനകം. വിവരങ്ങൾ ബൽറാം നെടുങ്ങാടി. വെരി ഗുഡ് മോർണിംഗ് സ്മിത, റിജിത്ത്. രാജ്യം വിപുലമായ സ്വാതന്ത്ര്യദിന ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. അതിൽ ഏറ്റവും വലിയ ആഘോഷം നടക്കുന്നത് ഡൽഹിയിൽ തന്നെയാണ്. പ്രധാന ചടങ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിക്കൊണ്ടാണ് ആരംഭിക്കുക. രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗാന്ധി സ്മൃതിയിലും ദേശീയ യുദ്ധ സ്മാരകത്തിലും പുഷ്പചക്രങ്ങൾ അർപ്പിച്ച ശേഷമായിരിക്കും ചെങ്കോട്ടയിലേക്ക് എത്തുക. അവിടെ വെച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കും. തുടർന്ന് അദ്ദേഹം ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കും. 3 സേനാ വിഭാഗങ്ങളിലെയും ഡൽഹി പോലീസിന്റെയും സേനാംഗങ്ങളായിരിക്കും അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകുക. തുടർന്ന് 21 ആചാരവെടി മുഴക്കും. അതിനുശേഷമായിരിക്കും ദേശീയ പതാക ഉയർത്തൽ ചടങ്ങ്. 7:30 ചടങ്ങ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ദേശീയ പതാക ഉയർത്തുന്ന ഘട്ടത്തിൽ ആകാശത്തു നിന്നും 2 MI-17 ഹെലികോപ്റ്ററുകൾ പുഷ്പവൃഷ്ടി നടത്തുന്നുണ്ട്. ഇത്തവണ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 79ാം വാർഷിക ആഘോഷത്തോടൊപ്പം തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വലിയ വിജയത്തിന്റെ ആഘോഷവും ഇതിനൊപ്പം ആഘോഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ 2 ഹെലികോപ്റ്ററുകൾ, ഒന്നിൽ ദേശീയ പതാകയും മറ്റൊന്നിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പതാകയുമായിരിക്കും ഉണ്ടാകുക. ഇത്തവണത്തെ ഈ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളോട് അനുബന്ധിച്ചുള്ള ചടങ്ങുകൾക്കുള്ള ക്ഷണക്കത്തിലും ഓപ്പറേഷൻ സിന്ദൂറിന്റെ ചിഹ്നം അത് ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനുശേഷമായിരിക്കും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക. അദ്ദേഹം ഇത്തവണത്തെ പ്രസംഗത്തിൽ എന്തെല്ലാം ഉൾപ്പെടുത്തും എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. തുടർച്ചയായി 12ാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ പതാക ഉയർത്തുന്നത്. അദ്ദേഹം തൻ്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഓരോ പ്രഖ്യാപനങ്ങൾ ഓരോ തവണയും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ എന്തായിരിക്കും എന്നുള്ളത് ഏറെ കൗതുകകരം കൂടിയാണ്. പ്രത്യേകിച്ചും ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അത് പരാമർശിക്കും എന്ന് ഏതാണ്ട് ഉറപ്പാണ്. പ്രത്യേകിച്ച് തുടർച്ചയായി കഴിഞ്ഞ 2-3 ദിവസങ്ങളായി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പാക് നേതാക്കളുടെ ഭാഗത്തു നിന്നും പ്രകോപനപരമായ പരാമർശങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിന് അദ്ദേഹം മറുപടി നൽകും എന്നുള്ളത് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയമായ മറുപടികൾ പ്രതിപക്ഷത്തിന് അദ്ദേഹം നൽകുമോ എന്നുള്ളതും രാജ്യം ഉറ്റുനോക്കുകയാണ്. ഈ പ്രധാന ചടങ്ങ്, ചെങ്കോട്ടയിലെ പ്രധാന ചടങ്ങിനായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ മേഖലകളിൽ നിന്നും ഏതാണ്ട് 5000-ഓളം ക്ഷണിക്കപ്പെട്ട അതിഥികളെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. അതിൽ യുവ സാഹിത്യകാരന്മാർ, കൂടാതെ പാരാലിമ്പിക്സിലെ ജേതാക്കൾ, കൂടാതെ വിവിധ പഞ്ചായത്ത് തലത്തിലുള്ള മികച്ച പ്രകടനം കാഴ്ചവെച്ച ജനപ്രതിനിധികൾ, ഇതോടൊപ്പം തന്നെയാണ് വനിതാ ശാക്തീകരണത്തിനായി പ്രവർത്തിച്ച, അവരുടെ ക്ഷേമം മുൻനിർത്തി പ്രവർത്തിച്ച വ്യക്തികൾ അടക്കമുള്ള 5000-ഓളം ക്ഷണിക്കപ്പെട്ട അതിഥികളെയാണ് ഇത്തവണ ഈ സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങുകൾക്കായി പ്രത്യേക അതിഥികളായി ക്ഷണിച്ചിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.